എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ദ ഔട്ട്സ്പോക്കൺ മലയാളിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ വീണ്ടും ജോയിൻ ചെയ്യുന്നത് സാജി ചെറിയനാണ്. സാജി ചേട്ടൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനോടൊക്കെ തന്നെ അറിയാം, അപ്പോൾ വേറൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാനും സാജി ചേട്ടനും ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് കുറച്ച് അപ്ഡേറ്റ്സുമായിട്ടാണ്. മറ്റൊന്നുമല്ല, ന്യൂസിലാൻഡിലെ ഇപ്പോഴത്തെ ഒരു ജോബ് സിറ്റുവേഷൻ, നേഴ്സിംഗ് ജോബ് സിറ്റുവേഷനെ കുറിച്ച് ഉള്ള കുറച്ച് അപ്ഡേറ്റ്സ്, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, എന്തൊക്കെ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ചെറിയൊരു ചർച്ചയായിട്ടാണ്. അപ്പൊ സാധിച്ചേട്ടാ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോഴും ഒത്തിരി നേഴ്സുമാർ ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ജോലി കിട്ടാനായിട്ട്. പലരോടും സംസാരിക്കുമ്പോൾ ഈവൻ കഴിഞ്ഞ വർഷം അവസാനം ഇവിടെ ക്യാപ്പ് കഴിഞ്ഞവരൊക്കെ ഇപ്പോഴും ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒത്തിരി ആളുകൾക്ക് ജോലി കിട്ടാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയൊരു ശതമാനം ആളുകൾക്ക് ജോലി ഇവിടെ കിട്ടുന്നുണ്ട്. അല്പം കൂടി ഒരു ശതമാനം ആളുകൾക്ക് ഓസ്ട്രേലിയയിൽ ജോലി കിട്ടുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ആളുകൾ നമ്മളോട് ഈ അടുത്ത കാലത്ത് ചോദിച്ചു, നമ്മൾ അപ്ഡേറ്റ്സ് ഒന്നും കൊടുത്തില്ലോ, എന്താണ് നിലവിലെ ന്യൂസിലാൻഡിലെ ഒരു നേഴ്സിംഗ് വേക്കൻസിയെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ്സ് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടന് എന്താണ് നമ്മുടെ വീഡിയോ കാണുന്നതോട് പറയാനായിട്ടുള്ളത്? ഇതിൻ്റെ അകത്ത് നമുക്ക് നമ്മൾ മൊത്തത്തില് ഇതിനെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അതാണ് നമ്മളൊരു ഷോർട്ടായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയാം, ഡിസംബർ ആ ഒരു സമയത്ത്, കഴിഞ്ഞ 2023 ഡിസംബർ ആ ഒരു സമയത്ത് ഒരു വലിയൊരു നമ്പേഴ്സ് നമ്മുടെ ന്യൂസിലാൻഡിൽ എത്തിച്ചേർന്നു നഴ്സുമാര്. തീർച്ചയായിട്ടും ഇപ്പൊ എല്ലാ 3 മാസം കൂടുമ്പോഴും നഴ്സിംഗ് കൗൺസിൽ ഓഫ് ന്യൂസിലാൻഡ് അവരൊരു ക്വാർട്ടർലി വർക്ക് ഫോഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തിറക്കും. അപ്പൊ ഈ വീഡിയോയുടെ ഭാഗമായിട്ട് ഒബിയസ്ലി ഞാനും അതൊന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കിയിരുന്നു. അപ്പോൾ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ആ ഡിസംബർ സെപ്റ്റംബർ ക്വാർട്ടറിലാണ് ഏറ്റവും കൂടുതൽ നഴ്സുമാര് ന്യൂസിലാൻഡിലേക്ക് വന്നത്, അല്ലേ? അതെ. അപ്പൊ അതിനകത്ത് ഇപ്പൊ നമുക്ക് നമ്മളൊരു കഴിഞ്ഞൊരു 1 ഇയർ നമ്മൾ ബാക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ IQVIAnsന്റെ നഴ്സിംഗ് കൗൺസിൽ പറയുന്ന നമ്പേഴ്സ് നമ്മൾ 2023 മാർച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 1900 സംതിങ് ആയിരുന്നു ആ ഒരു ക്വാർട്ടറിൽ വന്നിരുന്ന IQVIAnsന്റെ നമ്പേഴ്സ്. പിന്നെ അതിനുശേഷം ജൂലൈയിലേക്ക് വന്നപ്പോൾ അത് 3700 ആയി. പിന്നെ അത് കഴിഞ്ഞ് സെപ്റ്റംബർ ഒക്ടോബർ 4000 സംതിങ് ആയി. ഡിസംബറിൽ വന്നപ്പോഴും 4700. അത്രയും നിന്നത് ഈ മാർച്ച് 2024 വന്നു കഴിഞ്ഞപ്പോൾ 2000 സംതിങ്ങിലേക്ക് മാറി. അതായത് അപ്പൊ ചേട്ടൻ പറഞ്ഞു വരുന്നത് ഇപ്പോ ന്യൂസിലാൻഡിലേക്ക് ക്യാപ്പ് ചെയ്യാനായിട്ട് വരുന്നവരുടെ എണ്ണം ഗണ്യമായിട്ട് കുറഞ്ഞു. അതായത് നമ്മൾ ഡിസംബർ 4700 ഉണ്ടായിരുന്നത് ഇപ്പൊ മാർച്ച് ക്വാർട്ടറിൽ വന്നു കഴിഞ്ഞപ്പോൾ 2300, അത് ഹാഫിന്റെ അടുത്താണ് കുറഞ്ഞു. അപ്പൊ അതൊരു ആ ഒരു വ്യത്യാസം ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന കോളുകൾ നമുക്ക്, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നവർ വിളിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ അത്രയും നമ്പേഴ്സ് കോളുകൾ വരുന്നില്ല. അപ്പൊ എനിക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഒരു വരുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ ചേട്ടാ, അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതുവരെ നിന്ന ആളുകൾക്ക് ജോലി കിട്ടി എന്നാണോ, അതോ ജനറലി ഒരു ആളുകളുടെ എണ്ണം കുറഞ്ഞു എന്നാണോ? ഇതിന്റെ അകത്ത് രണ്ടും ഉണ്ട്. അതായത് നമുക്കിപ്പോ ഡിസംബറിൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, ഡിസംബറിൽ വന്ന സമയത്ത് ക്യാപ്പ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്ന് നമുക്ക് ഡിസംബർ ജനുവരി ഹോളിഡേ പീരീഡ് ആയിരുന്നു. ആ സമയത്ത് ഒത്തിരി അപ്പോയിന്റ്മെന്റ്സ് നടക്കുന്നില്ലായിരുന്നു. പിന്നെ വന്ന നമ്പേഴ്സ് ഭയങ്കര ഹ്യൂജ് ആയിരുന്നു. അപ്പൊ വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് സ്ട്രഗിൾ ചെയ്തു. അത് അവര് സ്ട്രഗിൾ ചെയ്ത് അവർ പതുക്കെ കുറെ പേർക്ക് ഇവിടെ ജോലി കിട്ടി, കുറെ പേർക്ക് ഓസ്ട്രേലിയ ജോലി കിട്ടി. കുറച്ച് പേര് 2 സ്ഥലത്തും കിട്ടാതെ നാട്ടിലേക്കും പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു നമ്പേഴ്സ് താഴേക്ക് വന്നു. ജോലി കിട്ടാതെ സ്ട്രഗിൾ ചെയ്യുന്നവരുടെ നമ്പേഴ്സ് താഴേക്ക് വന്നു. അപ്പൊ ഇപ്പൊ നിങ്ങൾ വീഡിയോ കാണുന്ന കുറച്ച് പേര് എങ്കിലും പറയുന്നുണ്ടാവും, ഞങ്ങൾ ഇപ്പോഴും ഡിസംബറിൽ കഴിഞ്ഞവര് ജോലി കിട്ടാത്തവരുണ്ട്. അത് ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ആ സമയത്ത് ഒരു 800-900ഓളം നഴ്സസ് നമുക്ക് ഒരു സമയത്ത് ജോലി ഇല്ലാതിരിക്കും. അത്രയും നമ്പേഴ്സ് ഇപ്പൊ ഇല്ല. അത് പല രീതിയിലാണ് പോയിരിക്കുന്നത്. ഓസ്ട്രേലിയക്ക് പോയിരിക്കുന്ന ഏറ്റവും വലിയൊരു നമ്പർ ഓസ്ട്രേലിയക്ക് പോയിരിക്കുന്നതാണ്. പിന്നെ ഇവിടെ നമ്മൾ പ്രാവശ്യം അപ്ലൈ ചെയ്തു, 2 പ്രാവശ്യം അപ്ലൈ ചെയ്തു. അങ്ങനെ അപ്ലൈ ചെയ്ത് കിട്ടിയവര് എനിക്ക് അറിയാവുന്ന ഒത്തിരി പേരുണ്ട്. അവര് പല പ്രാവശ്യമായിട്ട് അപ്ലൈ ചെയ്ത് കിട്ടാതെ അവർ സ്ട്രഗിൾ ചെയ്തിരുന്ന ലാസ്റ്റ് ഇപ്പൊ അവർക്ക് ഓരോരുത്തർക്കായിട്ട് എവിടെയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ആ ഒരു മൊത്തത്തിലൊരു അപ്ഡേറ്റ് പറഞ്ഞത്. അപ്പൊ അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക്, അല്ലെങ്കിൽ ന്യൂസിലാൻഡിലെ ന്യൂസ് ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ന്യൂസിലാൻഡ് അല്പം സാമ്പത്തികമായിട്ട് അത്ര നല്ല നിലയിലല്ല. അപ്പൊ പുതിയ ഗവൺമെന്റ് വന്നേ പിന്നെ പുതിയ ഗവൺമെന്റ് ഒത്തിരി ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ്, അതായത് ഒത്തിരി ബഡ്ജറ്റ് ഒക്കെ ടൈറ്റ് ആക്കി പിടിക്കുക. ഈ അടുത്ത് ബഡ്ജറ്റ് വന്നപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് വലിയൊരു മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബഡ്ജറ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഹെൽത്ത് ന്യൂസിലാൻഡ് ഒത്തിരി നിബന്ധനകളെ കൊണ്ടുവന്നിരുന്നു. അതായത് ഓവർ ടൈം പാടില്ല,
ഡബിൾ എക്സ്ട്രാ വേഴ്സ് പാടില്ല, പുതിയ അപ്പോയിന്റ്മെന്റുകളൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെയൊക്കെ അർത്ഥം ഹെൽത്ത് ന്യൂസിലാൻഡ് ഇപ്പോൾ ജോലിക്ക് ആളുകൾ എടുക്കുന്നില്ല എന്നാണ്. ഒരു കംപ്ലീറ്റ് അപ്പോയിന്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടോ അവര്? അങ്ങനെയില്ല. ഇപ്പൊ ഇതിന്റെ അകത്ത് മെയിനായിട്ട് വന്നിരിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഒരു ചേഞ്ച് തന്നെയാണ്. നമുക്കറിയാം, നമുക്ക് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഗവൺമെന്റ് ലേബർ ഗവൺമെന്റ് ആണ്, ഇപ്പോൾ ഉള്ളത് നാഷണൽ ഗവൺമെന്റ് ആണ്. ലേബർ ഗവൺമെന്റ് എപ്പോഴും വർക്കേഴ്സിനോട്, ലേബേഴ്സിനോട് ഒരു അനുകൂല നിലപാടുള്ളവരായിരുന്നു. ഇപ്പൊ NSLNOന്റെ ഒരു ഡയറക്ടർ എന്ന നിലയിൽ എനിക്കറിയാം, നമുക്ക് ലേബർ ഗവൺമെന്റിനോട് ഡീൽ ചെയ്യാൻ എളുപ്പമായിരുന്നു. നാഷണൽ ഗവൺമെന്റിന്റെ അടുത്ത് അങ്ങനെയല്ല. അവര് കുറെ കൂടി ഒരു ബിസിനസ് മെന്റാലിറ്റിയിലാണ് അവർ കാര്യങ്ങൾ കാണുന്നത്. അവർക്ക് കുറഞ്ഞ ലേബർ കൊണ്ട് പരമാവധി ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അവർ എവിടെയൊക്കെ നമ്മുടെ എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റുമോ അത് കുറച്ചിട്ട് പരമാവധി ഔട്ട്പുട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ അവരിപ്പോ ഈ ഹോസ്പിറ്റലുകൾക്കൊക്കെ ഈ ടെഫാറ്റുവാല ഇപ്പൊ ഒറ്റ യൂണിറ്റ് ആണ് ടെഫാറ്റുവാല ഹെൽത്ത് ന്യൂസിലാൻഡ്. അവർക്ക് ഓൾറെഡി ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. $100 മില്യൺ ബഡ്ജറ്റ് അവർ സേവ് ചെയ്യണം. അവർ ഓൾറെഡി ബഡ്ജറ്റ് ചെയ്ത എമൗണ്ടിൽ നിന്ന്, അത് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഓൾറെഡി ബഡ്ജറ്റ് ചെയ്ത എമൗണ്ടിൽ നിന്ന് അവരുടെ സ്പെൻഡിങ് സേവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ പാർട്ടായിട്ട് അവരൊരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ അപ്പോയിന്റ്മെന്റ്സും അതിന് 2 സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ഒന്ന്, അവർ പറഞ്ഞിരിക്കുന്ന എല്ലാ അപ്പോയിന്റ്മെന്റ്സും വെല്ലിംഗ്ടണിലുള്ള ആ ഒരു ബോഡി, ഒരു സ്ക്രൂട്ടനൈസിംഗ് ബോഡി ഉണ്ട്, അവര് ത്രൂ ആണ് നടക്കാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരിടയ്ക്ക് കുറച്ച് ഈ ഒരു പ്രോസസ് ഇംപ്ലിമെന്റ് ചെയ്ത സമയത്ത് കുറച്ച് ആൾക്കാർ എഗെയിൻ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് കൊടുത്ത ഓഫറുകളൊക്കെ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ട്. അന്ന് ഞാൻ ചേട്ടനെ കോൺടാക്ട് ചെയ്തിരുന്നു. 2-3-4 കുട്ടികൾ പറഞ്ഞിട്ട് അവർക്ക് കൊടുത്ത ഓഫർ ഇവര് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. പക്ഷെ അവർക്ക് അത് വീണ്ടും കിട്ടി. കാരണം എനിക്ക് തോന്നുന്നു അതാണ് ഈ ഒരു അപ്രൂവലിന് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മുടെ വാർഡില് എനിക്കറിയാം, ഞാനൊരു ഇന്റർവ്യൂ നടത്തിയൊരു അപ്പോയിന്റ്മെന്റ് കൺഫേം ചെയ്ത ഒരാളുടെ സാധാരണ രീതിയിൽ ഒരു 3 വീക്സിലൊക്കെ നമുക്ക് HR-ലേക്ക് അയച്ചു കഴിഞ്ഞാൽ ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് കിട്ടുന്നതാണ്. ഇപ്പൊ ഒരു 1.5 മന്ത് ആയിട്ട് നമുക്ക് ഓഫർ ലെറ്റർ തിരിച്ചു വന്നിട്ടില്ല. ആള് ചോദിച്ചുകൊണ്ടിരിക്കുക എന്താണിത്, നമുക്കൊന്നും കിട്ടുന്നില്ല. അപ്പൊ അതൊരു സ്റ്റെപ്പായിരുന്നു അവരുടെ അപ്പൊ ഒരു സ്ക്രൂട്ടനൈസ് ചെയ്യാണ്, ഒരു ബോഡി സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് ഇത് വേണ്ടതാണോ എന്ന് നോക്കിയിട്ടാണ് അവർ അപ്രൂവ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറഞ്ഞിരിക്കുന്നത് എല്ലാ പബ്ലിക് ഹെൽത്ത് അപ്പോയിന്റ്മെന്റ്സും അവർ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒരു ഡയറക്ഷൻ വന്നിരുന്നു. പുതിയതായിട്ടുള്ള എല്ലാ പബ്ലിക് സെക്ടറിൽ അപ്പൊ നമുക്ക് ഹെൽത്ത് മാത്രമല്ല, ഇതിനകത്ത് ഹെൽത്ത് വരും, പോലീസ് വരും, മറ്റ് ഏരിയകളെല്ലാം വരും. ഇപ്പൊ നമുക്ക് പബ്ലിക് സെക്ടറിലുള്ള അപ്പോയിന്റ്മെന്റ്സ് അവർ തൽക്കാലത്തേക്ക് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ അത് പറഞ്ഞപ്പോഴും അവർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടില്ല, ഫ്രീസ് ചെയ്തിട്ടില്ല എന്നുള്ളത്. ഇപ്പൊ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേഷ്യന്റ് ഫേസ് ചെയ്യുന്ന ആൾക്കാർ, അതായത് നഴ്സുമാര്, പേഷ്യന്റ് ഫേസ് ചെയ്യുന്ന ഡോക്ടേഴ്സ്, പോലീസ്, ആ ഒരു പബ്ലിക്കിനെ ഫേസ് ചെയ്യുന്ന ഡയറക്റ്റ് ഫേസ് ചെയ്യുന്ന അപ്പൊ ഓഫീസിലിരിക്കുന്നവരോ അല്ലെങ്കിൽ മറ്റു ആൾക്കാർക്കോ പുതിയ അപ്പോയിന്റ്മെന്റ്സ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലാതെ ഫ്രണ്ട് ലൈനിൽ നിന്ന് ഇറങ്ങി ജോലി ചെയ്യുന്നവർക്ക് അപ്പോഴും അപ്പോയിന്റ്മെന്റ്. അപ്പൊ അതിന്റെ അകത്തും ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു അവര് അങ്ങനെ പറഞ്ഞെങ്കിലും ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിനെ അവർ സ്റ്റോപ്പ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും അതും അവർ ടൈറ്റൻ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പൊ കൂടുതൽ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അവരത് നോക്കിയിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ എക്സ്പീരിയൻസ് ഉള്ളവർ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഒക്കെയാണ് കൂടുതലും അല്ലെങ്കിൽ വിസ ഉള്ളവർക്കൊക്കെയാണ് ഇപ്പൊ കൂടുതലും ജോലികൾ പോകുന്നത്. അപ്പൊ അത് നമ്മുടെ ക്യാപ്പ് ചെയ്ത് ഇവിടെ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന നഴ്സുമാരെ ഭയങ്കര മോശമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് അല്ലേ? ബാധിക്കുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ അകത്ത് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ ഹെൽത്ത് ന്യൂസിലൻഡിന്റെ ഇപ്പൊ നമുക്ക് വേക്കൻസികൾ വരുന്നതെന്ന് വെച്ചാൽ 2 രീതിയിൽ വരുന്നുണ്ട്. ഒന്ന്, നമുക്ക് ഒരാൾ റിസൈൻ ചെയ്ത് പോയിട്ട് അതിന് ഫില്ല് ചെയ്യുന്നു, ആ വേക്കൻസി ഫില്ല് ചെയ്യുന്നു. അത് ഒരിക്കലും ഗവൺമെന്റ് സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, അത് കണ്ടിന്യൂ ചെയ്യാം. അതേസമയം നമുക്കിപ്പോ അറിയാം CCDM കെയർ കപ്പാസിറ്റി ഡിമാൻഡ് വെച്ചിട്ട് നമ്മുടെ ഇപ്പൊ ഒരു വാർഡിൽ നിങ്ങൾക്ക് വേണ്ടിയിരുന്ന നഴ്സസ് 25 ആയിരുന്നു, ഇപ്പൊ നിങ്ങൾ 20 ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നിങ്ങളത് കുറെ നാളുകളായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യാൻ നോക്കുകയാണ്. അപ്പൊ 20 ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഇപ്പൊ 15 ആയിരുന്നത് 20 ആയി, 22 ആയി. അതിനുശേഷം നിങ്ങൾ ഈ ബാക്കി കിടക്കുന്ന 2 കൂടി ഫില്ല് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അതിന് അവര് തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതേസമയം നിങ്ങളിപ്പോ ഒരാൾ റിസൈൻ ചെയ്ത വേക്കൻസി ആണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ സ്ക്രൂട്ടനൈസ് ചെയ്യുമെന്ന് പറയുന്നത്. അവർ ആ ബോഡി സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട്
നഴ്സുമാരുടെ അപ്പോയിന്റ്മെന്റ്സ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഇപ്പോഴും അപ്പോയിന്റ്മെന്റ്സ് നടക്കുന്നുണ്ട്, വേക്കൻസികൾ ഇപ്പോഴും ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഫില്ല് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ജോലി കിട്ടുന്നവരുണ്ട്. പക്ഷേ ക്യാപ്പ് കഴിഞ്ഞവർക്ക് വളരെ കുറച്ച് പേർക്ക് മാത്രമേ അത് കിട്ടുന്നുള്ളൂ. കുറച്ച് പേർക്ക് കിട്ടുന്നുള്ളൂ. അത് അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ചും അവരുടെ ഏരിയയിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണോ, പെർഫോമൻസ് ഒക്കെ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, ഇപ്പോഴത്തെ ഒരു ഡിഫിക്കൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഒത്തിരി പേര് വേറെ ഉണ്ട്. അപ്പൊ അവരുടെ നമുക്ക് ആ എംപ്ലോയറുടെ മുമ്പിൽ ഓപ്ഷൻസ് ഉണ്ട്, അവര് ബെസ്റ്റിനെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു, ഒരു ഇതില്ലായിരുന്നു അവർക്ക്. നിങ്ങൾക്ക് അപ്പൊ നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും കിട്ടുന്നുണ്ട്. നമ്മളാ കംപ്ലീറ്റ് ആയിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അപ്പൊ ഈ അടുത്ത് അതേപോലെ തന്നെ കുറച്ച് ന്യൂസുകൾ വന്നത്, അതായത് ഇവിടെ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞവർക്ക് ഗ്രാജുവേറ്റ് എൻട്രി പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതായത് പുതുതായിട്ട് ഗ്രാജുവേറ്റ് ചെയ്യുന്നവർക്ക് ഇവിടുത്തെ ഹെൽത്ത് ന്യൂസിലാൻഡ് അവർ സപ്പോർട്ട് ചെയ്തിട്ട് നെസ്റ്റ് പി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കഴിഞ്ഞ ദിവസമാണ് ന്യൂസ് വന്നത്, ആ പ്രോഗ്രാമുകളെല്ലാം ക്യാൻസൽ ചെയ്തു, ഹെൽത്ത് ന്യൂസിലാൻഡ് ക്യാൻസൽ ചെയ്തു. അതിന്റെ എനിക്ക് തോന്നുന്നു മിനിസ്റ്റർ ആണെന്ന് തോന്നുന്നു അവരൊരു വിശദീകരണമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഏജ്ഡ് കെയർ അല്ലെങ്കിൽ പ്രൈമറി കമ്മ്യൂണിറ്റിയിലൊക്കെ അത് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ അല്പം മോശപ്പെട്ട അവസ്ഥയിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ നിലവില് നമുക്ക് എവിടെയാണ് വേക്കൻസികൾ ഉള്ളത്, അതിനെ സംബന്ധിച്ച് എന്റെ അടുത്ത് എന്തെങ്കിലും ഡേറ്റയോ സ്റ്റാറ്റിസ്റ്റിക്സോ? നമുക്ക് ഇപ്പൊ നിലവില് ഉള്ള ഒരു റഫായിട്ടുള്ള ഒരു ഡാറ്റ എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഏത് സെക്ഷനിലാണ്? രജിസ്റ്റേർഡ് നഴ്സ്, മെന്റൽ ഹെൽത്ത്, അതാണ് ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ. അപ്പൊ അത് ഈ മെന്റൽ ഹെൽത്ത് സംബന്ധമായിട്ട് ഒരു കാര്യം, ഒത്തിരി നഴ്സുമാർക്ക് മെന്റൽ ഹെൽത്തിൽ ഡയറക്റ്റ് സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് കിട്ടുന്നില്ല. അതേസമയം ഞാൻ കുറെ പേരോട് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിറങ്ങിയ കുറെ നഴ്സുമാർക്ക് കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് കിട്ടുന്നുണ്ട്. അതായത് ബേസിക്കലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് APC കിട്ടുമ്പോൾ നിങ്ങൾക്ക് ചില കോളേജുകളിൽ പഠിച്ച ആളുകൾക്ക് എനിക്ക് തോന്നുന്നു 180 hours എങ്ങാണ്ടാണ് ബാംഗ്ലൂർ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലുള്ളവർക്ക് കിട്ടുന്നത്. പക്ഷേ നഴ്സിംഗ് കൗൺസിലിന് വേണ്ടത് 210 hours ആണെന്ന് തോന്നുന്നു. എനിക്ക് വ്യക്തമായിട്ട് അതിന്റെ ആ നമ്പേഴ്സ് അറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില പ്രത്യേക യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിച്ചവർക്ക് അവരുടെ ആ പഠിച്ച സമയത്ത് മെന്റൽ ഹെൽത്തിൽ ഇത്രയും വർക്ക് അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ അവേഴ്സ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർക്ക് APC മെന്റൽ ഹെൽത്തിൽ കിട്ടുന്നുണ്ട്. എന്നാൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിച്ച ചിലർക്ക് സ്പെഷ്യലൈസ് ചെയ്തിട്ടില്ലാത്തവർക്ക് മെന്റൽ ഹെൽത്തിൽ കിട്ടുന്നില്ല. അപ്പൊ വളരെ കുറച്ച് പേർക്കല്ലേ അങ്ങനെ ആ ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിനകത്ത് എന്നെ കുറച്ച് പേര് കോണ്ടാക്ട് ചെയ്തിരുന്നു, 2-3 പേര്, 2-3 ഇപ്പൊ കഴിഞ്ഞ മാസങ്ങളിലായിട്ട് ഒരു 10-12 പേരോളം കോണ്ടാക്ട് ചെയ്തിരുന്നു. അവർക്ക് APC കിട്ടുന്ന സമയത്ത് APCയിൽ അവർക്കൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടാവും, ജനറൽ നഴ്സിംഗ് ആൻഡ് ഏജ് കെയർ, അത് മാത്രമാണ് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പലരും എന്നോട് വന്ന് ചോദിച്ചിരുന്നു, അത് എന്താണ് ഇത് കണ്ടീഷൻസ് ഇത് ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് ബേസിക് ആയിട്ട് ഇത്രേ അതിന് അർത്ഥമുള്ളൂ. ജനറൽ നിങ്ങൾക്ക് മെന്റൽ ഹെൽത്തിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഇതുള്ളത്. അപ്പൊ അതിനകത്ത് അപ്പോഴും എന്നോട് 1-2 പേര് പറഞ്ഞിരുന്നു, ഇപ്പൊ ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ BSc നഴ്സിംഗ് ചെയ്തതാണ്, എന്റെ കൂടെ ക്യാപ്പ് ചെയ്ത അവര് വേറൊരാളും BSc നഴ്സിംഗ് ചെയ്തതായിരുന്നു, പക്ഷെ എനിക്ക് കണ്ടീഷൻ വെച്ചിട്ട് കിട്ടി, അടുത്ത ആൾക്ക് കണ്ടീഷൻ ഇല്ലാതെ കിട്ടി. അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. അപ്പോഴും അതിന്റെ കാര്യം ഈ ജനൻ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. അതിന്റെ നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ ഇവിടുത്തെ നഴ്സിംഗ് കൗൺസിൽ റിക്വയർമെന്റ് അനുസരിച്ചുള്ള അവേഴ്സ് നിങ്ങൾ മെന്റൽ ഹെൽത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെന്റൽ ഹെൽത്ത് വർക്ക് ചെയ്യാനായിട്ട് കണ്ടീഷൻസ് ഇല്ലാതെയുള്ള ഒരു APC കിട്ടും, സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് കിട്ടും. അതേസമയം നിങ്ങൾക്ക് അത്രയും അവേഴ്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടീഷൻസ് വെച്ചിട്ടായിരിക്കും. അപ്പൊ കണ്ടീഷൻസ് വെച്ചു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അതിനെ കുറിച്ച് വെറി ചെയ്യേണ്ട കാര്യമില്ല. ആകെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മെന്റൽ ഹെൽത്തിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള. ഇനി വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് കംപ്ലീറ്റ് ആയിട്ട് പറയാനും പറ്റത്തില്ല. നിങ്ങൾക്ക് ഇനി ഒരു മെന്റൽ ഹെൽത്ത് ഒരു ഏരിയയിൽ നിങ്ങളെ എംപ്ലോയ് ചെയ്യാനായിട്ട് അവർ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ അണ്ടർ സൂപ്പർവിഷനിൽ ഒരു 6 monthsോളം വർക്ക് ചെയ്തിട്ട് ഒരു നഴ്സിംഗ് കൗൺസിലിന്റെ അപ്രൂവ്ഡ് ആയിട്ടുള്ള അസസ്മെന്റ് വ്യക്തികളുണ്ട്. ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന വാർഡിൽ ഒരു അസസ്മെന്റ് ഒരു ആളുണ്ട്, നഴ്സിംഗ് കൗൺസിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള. അപ്പൊ അവര് അസസ് ചെയ്തിട്ട് ഒരു റിപ്പോർട്ട് അയച്ചു കഴിഞ്ഞാൽ ഇത് ചേഞ്ച് ചെയ്തിട്ട് കിട്ടും. പക്ഷെ അങ്ങനെ എടുക്കാനായിട്ട് എംപ്ലോയർ വില്ലിങ് ആവണം, അത്ര 6 months സപ്പോർട്ട് ചെയ്യാനായിട്ട് തയ്യാറാവണം. അപ്പൊ ചേട്ടൻ പറഞ്ഞു വരുന്നത്, ക്യാപ്പ് കഴിഞ്ഞ് വരുന്ന നഴ്സുമാർക്ക് ഈവൻ സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് ഇല്ലെങ്കിലും വേണമെങ്കിൽ ഈ മെന്റൽ ഹെൽത്ത് പൊസിഷനിൽ അപ്ലൈ ചെയ്യാം, അതിനകത്ത് പ്രോബ്ലം ഇല്ല. പിന്നെ ഇതിന്റെ അകത്ത് പിന്നെ വേറൊരു കാര്യം എന്നോട് ഇതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വന്നത്, ഇപ്പൊ ആ ഒരു ടോപ്പിക് വന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്.
വേറൊരാൾ എന്നോട് ചോദിച്ചോ, അല്ല എനിക്ക് ഞാൻ അവേഴ്സ് അത്രയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് ഉറപ്പുണ്ട്. അതുപോലെ തന്നെ ഞാൻ വേറൊരു ഒരു കോഴ്സും ചെയ്തിരുന്നു, മെന്റൽ ഹെൽത്തിൽ ഒരു 6 months ഒരു ട്രെയിനിങ്ങും ചെയ്തിരുന്നു. അപ്പൊ അതുണ്ടായിട്ടും എനിക്ക് എന്താണ് ഇത് കിട്ടാത്തത്? അപ്പൊ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ നിങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എക്സ്ട്രാ എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾക്ക് ജോലി, നിങ്ങൾ മെന്റൽ ഹെൽത്തിൽ നിങ്ങളിപ്പോൾ ഒരു മിഡിൽ ഈസ്റ്റിൽ എവിടെയെങ്കിലും നിങ്ങൾ ഇന്ത്യയിലോ നിങ്ങൾ മെന്റൽ ഹെൽത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ APCയിലെ കണ്ടീഷൻ റിവ്യൂ ചെയ്യാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം, നഴ്സിംഗ് കൗൺസിൽ. അപ്പോൾ നിങ്ങൾക്ക് APC കിട്ടിക്കഴിഞ്ഞാൽ ഇമീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു റിവ്യൂ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ആ റിവ്യൂ ആപ്ലിക്കേഷന് ഒരു ഫീസ് ഉണ്ട്, അത് $140 സംതിങ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഫീസ് അടച്ചു കഴിഞ്ഞാൽ അത് ഒത്തിരി ഡിലേ ഇല്ല, ഒരു 1 weekനുള്ളിൽ അല്ലെങ്കിൽ 2 weeksനുള്ളിൽ തന്നെ അവർ, ഇപ്പോഴത്തെ എനിക്ക് സമയം അറിയത്തില്ല, ആദ്യമൊക്കെ അവർക്ക് ഒരു 1-2 weeks അവർ റിപ്ലൈ ചെയ്യുമായിരുന്നു. അവർ അതൊന്നും കൂടി നിങ്ങളുടെ ഇതൊക്കെ നോക്കിയിട്ട്, എക്സ്പീരിയൻസ്, നിങ്ങളുടെ പഠിച്ച സ്കൂളിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് അവർ പലർക്കും അത് തിരിച്ചു കിട്ടിയിട്ടുണ്ട്, കണ്ടീഷൻ ഇല്ലാതെ അവർ മാറ്റി കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഒക്കെ അങ്ങനെ സംഭവിക്കാം, അവര് ശരിക്കും ശ്രദ്ധിക്കാതെ നിങ്ങൾക്ക് കണ്ടീഷൻ അടിച്ച് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഷുവർ ഉണ്ടോ, നിങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാം. പിന്നെ മെന്റൽ ഹെൽത്ത് കഴിഞ്ഞാൽ പിന്നെ എവിടേക്കാണ്? മെന്റൽ ഹെൽത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വേക്കൻസി കൂടുതലുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. കൂടുതൽ എന്ന് പറയുമ്പോൾ അത് ഇപ്പോഴത്തെ കണ്ടീഷന് വളരെ കുറവാണ്, പക്ഷെ ഉള്ളതിൽ നമുക്കിപ്പോ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു 200 വേക്കൻസീസ് ഇപ്പൊ മൊത്തത്തിൽ നിങ്ങൾ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ, അതിൻ്റെ അകത്ത് ഒരു 60-70 ഒക്കെ മെന്റൽ ഹെൽത്ത് ആയിരിക്കും. ഇപ്പൊ അതിൻ്റെ അകത്ത് ഒരു 30 or 35 ഒക്കെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്സിൽ കിടക്കുന്നുണ്ടാവും. അപ്പൊ അതാണ് വേറൊരു വലിയൊരു ഏരിയ. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ മെന്റൽ ഹെൽത്തിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നല്ലതാണെന്നുണ്ടെങ്കിൽ, മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ആണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും വേക്കൻസികളുണ്ട്. മെന്റൽ ഹെൽത്തിൽ തന്നെ ഇൻ പേഷ്യന്റ് യൂണിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഔട്ട് പേഷ്യന്റ് കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്ത് ഉണ്ട്. അപ്പൊ അതിന് സാധ്യതകളുണ്ട്. പിന്നീട് അടുത്ത ഒരു വേക്കൻസികൾ വരുന്നത് എന്ന് പറയുന്നത് മെഡിക്കൽ വാർഡും സർജിക്കൽ വാർഡും ഒക്കെയാണ്. അവ ഇപ്പോഴും ഒരു 15-20 അങ്ങനെയുള്ള വേക്കൻസികളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു റേഞ്ചിലാണ്. ഏജ് കെയർ അടുത്തതായിട്ട് വരുന്ന ഏജ് കെയറിൽ ഇപ്പോഴും വേക്കൻസികൾ പല സ്ഥലങ്ങളിലായിട്ട് ലിസ്റ്റിംഗ് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് പഴയ പോലെ തന്നെ ഇപ്പൊ നമുക്ക് അറിയാം, കഴിഞ്ഞ വർഷം മിഡിലൊക്കെ ആയിരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ വേക്കൻസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000+ അറൌണ്ട് 2000 ഒക്കെ വേക്കൻസികളൊക്കെ വളരെ കുറഞ്ഞു. ഇപ്പൊ 500-600 എന്ന് പറയുന്നതിൽ തന്നെ അതിൽ തന്നെ മറ്റേ ഒരു ക്ലിനിക്കൽ നഴ്സ് സ്പെഷ്യലിസ്റ്റുകളും അതുപോലെ തന്നെ മറ്റ് സീനിയർ റോളുകൾ കുറെ ഉണ്ട്. ഞാനും ശ്രദ്ധിച്ചിരുന്നു, അതിൽ കൂടുതൽ വേക്കൻസീസ് കിടക്കുന്നത് സീനിയർ ലീഡർഷിപ്പ് റോളുകളിലേക്ക് ഉള്ളതും ആ റോളുകളിലേക്ക് അവർ പ്രിഫർ ചെയ്യുന്നത് ഇവിടെ തന്നെ വർക്ക് ചെയ്ത സീനിയർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവരെ, അല്ലെങ്കിൽ UK, അയർലൻഡ്, ഓസ്ട്രേലിയ, കാനഡ, അമേരിക്ക പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ്. അതെ അതെ അതെ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വേക്കൻസികൾ ഇതുപോലെയുള്ള, പിന്നെ വേക്കൻസികൾ ഇപ്പൊ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്കിപ്പോ ഓസ്ട്രേലിയയിൽ പോകുന്നവരോ റിസൈൻ ചെയ്യുന്നവരോ അതാണ് ഞാൻ അടുത്തതായിട്ട് ചോദിക്കാൻ വന്നിട്ട് ചോദ്യം. നമ്മളിപ്പോ കുറച്ചുപേരൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് അയച്ചായിട്ടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ജൂലൈയിൽ ഇങ്ങനെ വേക്കൻസി വരുമെന്ന് കേൾക്കുന്നുണ്ട്, ഇങ്ങനെ റൂമർ കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ റൂമർ ആണെങ്കിൽ അത് റൂമർ ആയിരിക്കും, നമുക്ക് അങ്ങനെ വ്യക്തമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ഒന്നും ഇല്ലെങ്കിലും പൊതുവെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ജൂലൈ എന്നുള്ളതിന്റെ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ജൂലൈ ആണ് നമ്മുടെ ഈ ഗവൺമെന്റ് വെച്ചിരിക്കുന്ന കട്ട് ഓഫ് ടൈം. ഈ ഒരു നിബന്ധനകളൊക്കെ ജൂൺ ലാസ്റ്റില് ഗവൺമെന്റിന്റെ ഈ നിബന്ധനകൾ ലിഫ്റ്റ് ചെയ്യും. അപ്പൊ അവര് ജൂൺ ലാസ്റ്റ് വരെയാണ് എല്ലാ അപ്പോയിന്റ്മെന്റ്സും ഫ്രീസ് ചെയ്തിരിക്കുന്നത്. ജൂലൈയിലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ഈ അപ്പോയിന്റ്മെന്റ്സ് ഓപ്പൺ ആവും. അതാണ് അതിന്റെ അകത്ത്. പക്ഷെ അത് പഴയ പോലെ അങ്ങനെ ഓപ്പൺ ആവുമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ പതുക്കെ വരുള്ളൂ. കുറച്ച് റെസ്ട്രിക്ഷൻസ് അപ്പോഴും നിലനിൽക്കും. എങ്കിൽ പോലും ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഫ്രീസിംഗ് ടൈം ജൂൺ ലാസ്റ്റോട് കൂടിയിട്ട് കഴിയാണ്. പിന്നെ NSDNO ഒരു ഭാഗത്ത് നിന്ന് പുഷ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? കാരണം ഞാൻ ഈ അടുത്ത് നിങ്ങൾ കുറെ റാലികളും കാര്യങ്ങളും അതായത് ലീഡർഷിപ്പ് ലെവലിൽ നിങ്ങൾ കുറെ ഇൻവോൾവ്മെന്റ് ഒക്കെ നടത്തിയതായിട്ട് ഞാൻ കണ്ടിരുന്നു. നമ്മൾ ഒത്തിരി അതിനു വേണ്ടിയിട്ട് നമ്മളിപ്പോ ചെയ്യുന്ന ഒരു വലിയൊരു മൂവ്മെന്റ് എന്ന് പറയുന്നത്
സേഫ് സ്റ്റാഫിംഗ് പേഷ്യന്റ് റേഷ്യോ ആണ്. നമ്മൾ പേഷ്യന്റ് റേഷ്യോനെ കുറിച്ചുള്ള റേഷ്യോ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ആണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. അതായത് നമുക്കിപ്പോ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു റേഷ്യോ വയ്ക്കാം. നമ്മളിപ്പോ ഒരു നേഴ്സിന് ഇത്ര പേഷ്യന്റേ പാടുള്ളൂ. ആ റേഷ്യോ ഇപ്പൊ ഇല്ല. ഇപ്പൊ നമുക്കിപ്പോ മെന്റൽ ഹെൽത്തിനാണെങ്കിൽ നമുക്കറിയാം, ഒരു ദിവസം നമ്മളെ ഡ്യൂട്ടിക്ക് ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ദിവസം 5 പേഷ്യൻസ് ഉണ്ടാവും, ഒരു ദിവസം ചിലപ്പോൾ 3 പേഷ്യൻസ് ഉണ്ടാവുള്ളൂ. അത് അൺഒഫീഷ്യലി നമുക്കൊരു ഡേറ്റ ഉണ്ട്, പക്ഷെ ഒഫീഷ്യലി അങ്ങനെ ഒരു റേഷ്യോ ഇല്ല. അപ്പൊ അങ്ങനെ ഒരു റേഷ്യോ വന്നു കഴിഞ്ഞാൽ ഈ വേക്കൻസികൾ കൂടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇപ്പൊ ഒരു 28 ബെഡഡ് ആയിട്ടുള്ള ഒരു ബെഡുള്ള ഒരു യൂണിറ്റിലാണെന്നുണ്ടെങ്കിൽ ആ റേഷ്യോ വെച്ചിട്ട് അവർക്ക് ഇത്ര നഴ്സ് വേണം. ഇപ്പൊ അങ്ങനെ ഒരു കാൽക്കുലേഷൻ ഇല്ല. ഓക്കെ, അപ്പൊ അത് വരുമ്പോ കുറച്ചുകൂടി വേക്കൻസികൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ഈ നാഷണൽ ഗവൺമെന്റ് അത്യാവശ്യം അവര് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നല്ലൊരു കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഒരു പെട്ടെന്ന് ജൂലൈയിലാണെങ്കിലും പെട്ടെന്ന് ഒരു വലിയൊരു വേക്കൻസികളൊന്നും വലിയൊരു സർജ് ഒന്നും വരത്തില്ല. അപ്പൊ നമുക്കൊരു സ്ലോ ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് പ്രതീക്ഷിച്ചാൽ മതി. പക്ഷെ ഈ ബാൻ ജൂലൈയോട് കൂടി തീരാണ്. നമ്മൾ ഈ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന ഈ കണ്ടീഷൻസ് അത് തീരുവാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു പ്രതീക്ഷയുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയില് ക്യാപ്പ് കഴിയുന്ന നഴ്സുമാർക്ക് കൂടുതലും എവിടെയാണ് ജോലി കിട്ടുന്നത്? ഇപ്പൊ കൂടുതലും ഓസ്ട്രേലിയ തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് പിന്നെ ഹോസ്പിറ്റലുകളിലും ഏജ് കെയറിലും ഒക്കെ ഇപ്പോഴും ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ചെറിയൊരു ശതമാനം കിട്ടുന്നുണ്ട്. പക്ഷെ വലിയ ശതമാനം പോകുന്നു ഓസ്ട്രേലിയ തന്നെയാണ്. ഇപ്പൊ എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിലും എനിക്ക് ഒരു 4-5 പേര് ഇവിടെ എനിക്ക് ഓസ്ട്രേലിയയുടെ ഇതിനായിട്ടുള്ള എംപ്ലോയർ ആവശ്യപ്പെട്ട സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് സൈൻ ചെയ്യാനായിട്ട് വന്നിരുന്നു. അപ്പൊ അവർക്ക് എല്ലാവർക്കും ജോലി കൺഫേം ആയാലാണ് ഓസ്ട്രേലിയൻ ജോലി കിട്ടി അവര്. അപ്പൊ ഞാൻ പറയുന്ന എപ്പോഴും പറയാനുള്ള അഡ്വൈസ് കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ആഫ്റ്റർ രജിസ്ട്രേഷൻ നിങ്ങൾ എടുക്കുക. അതായത് ഇവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടി അപ്പൊ തന്നെ ആഫ്റ്റർ രജിസ്ട്രേഷൻ എടുക്കുക. എന്നാൽ നമുക്ക് അവിടെയും ഇനി മാറ്റങ്ങൾ വരുമോ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒബിയസ്ലി മാറ്റങ്ങൾ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ നിന്നുള്ള ഒരു ഫ്ലോ മൊത്തം പോകുന്നത് ഓസ്ട്രേലിയക്കാണ്. അപ്പൊ അവിടുത്തെ വേക്കൻസികളും ഫില്ല് ചെയ്യപ്പെടുമ്പോൾ അവിടെ നിന്ന് പിന്നെ എങ്ങോട്ടും പോകാനില്ല. വൺസ് കാര്യം അവിടെ ഒത്തിരി വേക്കൻസീസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് സീക്ക് പോലുള്ള വെബ്സൈറ്റിൽ എടുത്ത് നോക്കിയാൽ ഒത്തിരി വേക്കൻസീസ് ഉണ്ട്. പക്ഷെ പലരിൽ നിന്നും ഓസ്ട്രേലിയയിലുള്ള നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ അറിയാൻ കഴിയുന്നത് മെയിൻ അർബൻ ഏരിയകളിൽ, അതായത് സിറ്റി ഏരിയകളിലൊക്കെ ആളുകൾ പെട്ടെന്ന് ജോബ് എടുത്ത് ഇപ്പോൾ ചെറിയൊരു ചേഞ്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഫില്ലായി വരുന്നു വേക്കൻസീസ്. അപ്പൊ ഇപ്പോഴും റൂറൽ ഏരിയകളിലൊക്കെ ഒത്തിരി വേക്കൻസീസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ സമയം കളയാതെ എത്രയും പെട്ടെന്ന് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുക്കുക. ഇത് ഇപ്പൊ ക്യാപ്പ് കഴിഞ്ഞ് എല്ലാവർക്കും തന്നെ അത് കിട്ടുന്നുമില്ല. കുറെ പേർക്ക് ഓസ്ട്രേലിയയിലും കിട്ടാതെ ഇവിടെ 4, 5, 6 മാസമൊക്കെ ആയിട്ട് നിൽക്കുന്നവരും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ അപ്ഡേറ്റ്സ് ആണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു ന്യൂസിലാൻഡിലെ നഴ്സിംഗ് റിലേറ്റഡ് ജോബ് വേക്കൻസീസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അതെ, നമുക്കിപ്പോ അതിൻ്റെ അകത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ അതേ ഒരു അഡ്വൈസ് ആണ് ഇപ്പോഴും എനിക്ക് വരാനുള്ളവരോട്, ഇനിയിപ്പോ വെയിറ്റ് ചെയ്യുന്നവരോടുള്ള ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ച് പറയാനുള്ളത്, നിങ്ങൾ ഓൾറെഡി ഈ പ്രോസസ്സിലാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഓൾറെഡി പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തവരാണ്, അതിന്റെ മിഡിലിൽ എത്തിയവരാണ്, നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനത്തെ അത് എപ്പോഴും ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ നല്ലൊരു വാല്യൂ ഉള്ള രജിസ്ട്രേഷൻ ആണ്. നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ ഒത്തിരി ചാൻസുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക. അതിനെക്കുറിച്ച് നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ വന്ന് ക്യാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഓസ്കി ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വരുമ്പോൾ അത് പ്രിപ്പയർഡ് ആയിട്ട് വരിക. അതായത് നിങ്ങൾക്ക് ഒരു പക്ഷേ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ വേക്കൻസി കിട്ടില്ല, നിങ്ങൾ ചിലപ്പോൾ ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യേണ്ടി വന്നേക്കാം. അതൊക്കെ പ്രിപ്പയർഡ് ആയിട്ട് വരിക. അപ്പൊ എനിക്കിപ്പോ ഈ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്ത വീഡിയോ ഒന്നും എനിക്കൊരു പോസിറ്റീവായിട്ട് കിട്ടിയത്, കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് 1-2 പേര് കണ്ടപ്പോൾ പറഞ്ഞു, ചേട്ടാ ഞങ്ങള് അത് പ്രിപ്പയർഡ് ആയിട്ട് വന്നത്, നിങ്ങളുടെ വീഡിയോ കണ്ടതുകൊണ്ട് ഞങ്ങൾക്ക് ആ രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതാണ് ഞാൻ പറയുന്ന ഒരു കാര്യമുള്ളൂ. നമ്മൾ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട്, ഇപ്പൊ സായിച്ചേട്ടനും ഞാനും ഒരു ഏജൻസി നടത്തുന്ന ആളോ, എനിക്ക് ഒരു ഏജൻസി ഇല്ല, സായിച്ചേട്ടൻ ഒരു ഏജൻസി ഇല്ല. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് സായിച്ചേട്ടൻ NDZ ലെവലിൽ ഒത്തിരി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ചെയ്യുന്ന വർക്ക് ആളുകളിലേക്ക് ഒരു ഇൻഫർമേറ്റീവ് ആയിട്ട് എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തോടെയാണ്. നമ്മൾ ഇതിന്റെ അകത്ത് വേറൊരു ഹിഡൻ അജണ്ടയോ ഒന്നും തന്നെ ഇല്ല. ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിയാലിറ്റിയാണ് പറയുന്നത്. കാരണം നമുക്ക് ഇതിന്റെ അകത്ത് സത്യം പറയുന്നതുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനായിട്ടില്ല. അപ്പൊ പലരും ചിന്തിക്കും നമ്മൾ നെഗറ്റീവ് ആണല്ലോ പറയുന്നത്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. നമുക്ക് റിയാലിറ്റി പറയുമ്പോൾ അത് നെഗറ്റീവ് ആണ്.
കാരണം ഞാൻ വളരെ രസകരമായിട്ട് തോന്നിയ ഒരു സംഗതി വെച്ചാൽ കഴിഞ്ഞൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിന്റെ അകത്ത് ഒരാൾ ഭയങ്കര ദേഷ്യത്തോടെ ഒരു മെസ്സേജ് ഇട്ടിരുന്നു, 26 മിനിറ്റ് വേസ്റ്റ് ആക്കി, ഈ വീഡിയോ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവർ ഉദ്ദേശിക്കുന്ന സംഗതി അവർക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഫ്രസ്ട്രേഷൻ ആയിട്ടൊരു മെസ്സേജ് വന്നത്. അപ്പൊ പലപ്പോഴും ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യമല്ലായിരിക്കും ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഓർത്ത് നിങ്ങൾ ദേഷ്യപ്പെട്ട ഒരു കാര്യമില്ല, കാരണം നമുക്ക് ഇവിടെ ഉള്ളതേ പറയാൻ പറ്റുള്ളൂ. കാര്യം നമുക്ക് ഇപ്പൊ വ്യൂസും അതൊക്കെ ഉദ്ദേശിച്ചാണ് വീഡിയോ ഇടുന്നതെങ്കിൽ ഇപ്പൊ UK ഉള്ള പറയുന്ന ഒരു ബ്ലോഗർ ചെയ്യുന്ന വീഡിയോസിന്റെ അത് പുള്ളി കുറെ തള്ളി പറയുന്നുണ്ട്, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, ഇവിടെ അതായിരിക്കും വ്യൂസ് കൂടുതലുണ്ട്. പക്ഷെ നമ്മൾ റിയാലിറ്റി പറയുമ്പോൾ പലർക്കും ചിലപ്പോൾ അതൊരു വിഷമം ഉണ്ടാക്കിയേക്കാം. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ സായിച്ചേട്ടൻ ഒരു വലിയൊരു ഒഫീഷ്യൽ സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. ഞാനപ്പോ എനിക്കിങ്ങനെ വീഡിയോ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം സായിച്ചേട്ടനുമായിട്ട് നിങ്ങൾക്ക് ആ അറിവ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു, അത്രമാത്രം. അതെ. അപ്പൊ അത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഇവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾ അത് ഇൻഫോംഡ് ആയിട്ട് അത് പ്രിപ്പയർഡ് ആയിട്ട് വരിക. അതെ, നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങളുടെയൊക്കെ ഒരു സ്ട്രെസ് ഇല്ലാണ്ട് നിങ്ങൾക്ക് അത് പ്രിപ്പയർഡ് ആയിട്ട് വരും. നിങ്ങളുടെ ഫാമിലിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം ഇതാണ് സിറ്റുവേഷൻ എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ് കുറവായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ വന്ന് രജിസ്ട്രേഷൻ എടുത്ത് ജോലി കിട്ടി, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ പോയിട്ടാണെങ്കിൽ നാട്ടിൽ നിന്നിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അഫ്റ്റർ എടുക്കാം, നാട്ടിൽ നിന്നിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയ ചെയ്യാം, ഇവിടെ ചെയ്യാം. അപ്പൊ അങ്ങനെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതിന്റെ അകത്തൊരു കാര്യം വീണ്ടും നമ്മൾ പല വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ വരുമ്പോൾ മാക്സിമം ഫാമിലിയെ നാട്ടിൽ നിർത്തി ഒറ്റയ്ക്ക് വരിക എന്ന്. അത് പറഞ്ഞത് നിങ്ങളുടെ കോസ്റ്റ് കട്ട് ചെയ്യാനായിട്ടും അക്കോമഡേഷൻ കണ്ടെത്താനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴും. പക്ഷെ നമുക്ക് മനസ്സിലാക്കുന്നത് അതെ, ഇതിനകത്ത് അല്ലാതെ വരുന്നവരുണ്ട്. പിന്നെ ഇതില് ഇപ്പൊ നിങ്ങളിപ്പോ മിഡിൽ ഈസ്റ്റിലൊക്കെ ജോലി ചെയ്ത്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം മിഡിൽ ഈസ്റ്റിൽ നല്ലൊരു സാലറി പാക്കേജ് ഒക്കെ ഉണ്ടെന്നാണ്. അപ്പൊ മിഡിൽ ഈസ്റ്റിലൊക്കെ ജോലി ചെയ്ത് നിങ്ങൾക്ക് ഇപ്പൊ ഈ 3 മാസം നിങ്ങൾ ഇവിടെ വന്ന് ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് നിന്ന് ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോകാൻ കഴിഞ്ഞ് വരുന്ന അതിനുള്ള ഒരു ഫണ്ടിങ്ങും കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ അത് പ്രിപ്പയർഡ് ആയിട്ട് വരണം. പിന്നെ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സിംഗിളായിട്ട് വരുമ്പോൾ ജെറിൻ പറഞ്ഞ പോലെ കുറച്ചും കൂടി നിങ്ങൾക്ക് ആ ഒരു ക്യാപ്പിൽ അല്ലെങ്കിൽ വസ്കിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ കാര്യം ചെയ്യാൻ പറ്റും. ഫാമിലി ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മറ്റ് ഫാമിലി കമ്മിറ്റ്മെന്റ്സ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ക്യാപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വസ്കിക്ക് വേണ്ടിയിട്ടോ സമയം ചെലവഴിക്കാൻ പറ്റത്തില്ല. ആ ഒരു സ്ട്രഗിൾ നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങളെല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾ ഫാമിലി ആയിട്ട് വരാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അത് അപ് ടു യു, നിങ്ങളുടെ ഒരു ഡിസിഷൻ. അതെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. വീഡിയോ അല്പം ലെങ്തി ആയിപ്പോയെന്ന് അറിയാം, പക്ഷെ നമ്മുടെ ടോപ്പിക് ഡിസ്കസ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ അതേപോലെ ആയിപ്പോയി. തീർച്ചയായിട്ടും നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള വീഡിയോസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ദിസ് ഈസ് ജെറിൻ ആൻഡ് സാജി സൈനിങ്. താങ്ക് യു.